ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പ്ലം കേക്കാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നൊരു പ്ലം കേക്കാണ്. അപ്പം നമുക്ക് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏലയ്ക്ക ഒരു 5, 8, 10 അല്ലിയുണ്ട്. പിന്നെ സ്റ്റാർ അനീസ് 2 ചെറുത്, പിന്നെ ഗ്രാമ്പു ഒരു 6, 7 എണ്ണം, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ജാതിക്കയാണ് ഒരു 1/4 കഷ്ണം, പിന്നെ കറുവപ്പട്ട. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഞാൻ എല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷമാണ് പൊടിച്ചെടുത്തത്. കാരണം അല്ലെങ്കിൽ അത് പൊടിയാൻ പാടായിരിക്കും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഞാൻ 2 ഓറഞ്ചിൻ്റെ തൊലിയുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഷുഗറേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പിനനുസരിച്ച് അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഷുഗർ നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗർ ഏകദേശം ക്യാരമലൈസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഉണക്കമുന്തിരി മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ, അതൊരു കപ്പ്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി. ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ പീൽ ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. അകത്തെ ആ വെള്ള ഇത് വന്നേക്കത് ഭയങ്കര കയ്പ്പായിരിക്കും. നമുക്കിത് നന്നായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ തിളപ്പിച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് മുട്ടയാണ്. നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാൻ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ. പിന്നെ അത് ഞാൻ ബാക്കി 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊടി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാം കൂടെ വെച്ചിരിക്കുന്നതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർക്കാം. അതായത് നമ്മൾ ഏലക്കയെല്ലാം പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇത് മിക്സ് നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഒത്തിരി വേണ്ടാത്തവർക്ക് ഗ്രാമ്പൂവിൻ്റെ അളവൊക്കെ കുറച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ബീറ്റ് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഓറഞ്ച് തൊലിയൊക്കെ ചേർക്കുന്നത് നമ്മൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. ഇനി അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് നമ്മളത് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം. അഥവാ ഇച്ചിരി കൂടി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇച്ചിരി കൂടെ മൈദപ്പൊടി ആഡ് ചെയ്ത് ഈ ഒരു ഇതിൽ ആക്കിയെടുക്കണം. നമുക്ക് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ എനിക്കിവിടെ ഒരു 45 മിനിറ്റ് അടുത്ത് എടുത്തുള്ളൂ ഇതാകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓവൻ ഇല്ലാതെയും ചെയ്യാവുന്നതാണ് ഈ കേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്